ഏറ്റവും മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ഡയറ്ററി മാനേജ്മെൻറ്റാണ്, രണ്ട് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ദഹിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇപ്പോൾ കഞ്ഞിയായിട്ടോ സൂപ്പായിട്ടോ, കഞ്ഞിയേക്കാൾ കുറച്ചും കൂടെ നമുക്കൊരു ബെറ്ററായിട്ട് തോന്നുന്നത് സൂപ്പുകളാണ്. വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ചെറിയ രീതിയിൽ ചിക്കൻ ഇട്ടുണ്ടാകുന്ന സൂപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ഒരു ക്ഷീണവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കും. പലതരത്തിലുള്ള സ്റ്റഡീസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പപ്പായ ലീഫും അതേപോലെ പപ്പായയും കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അത് കൂട്ടാൻ സഹായിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഉൾപ്പെടുത്തുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ഫ്ലൂയിഡ് കുടിക്കണമെന്ന് കരുതിയിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സുകളോ നമ്മൾ ഈ പാക്കറ്റിൽ വരുന്ന ജ്യൂസുകളോ ഒന്നും അഡ്വൈസബിൾ അല്ല. നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്നതാണ്. അപ്പം ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടിയെടുക്കാനും നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും സാധിക്കും. നമുക്കൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായി വീക്കായി പോകും. ആ ഒരു വീക്കാവുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മസിൽ ഗെയിനും അല്ലെങ്കിൽ ഒരു മസിൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ്. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പനികൾ, പലതരത്തിലുള്ള പനികൾ ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു മെയിനായിട്ടുള്ളൊരു പനിയെപ്പറ്റി തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് കരുതി. അറിയാമെങ്കിലും അത്ര കാര്യമായി അറിയില്ല ഇതെങ്ങനെ നമുക്ക് സ്പ്രെഡാകും അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇതിനെപ്പറ്റി പലർക്കും അറിയാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പോൾ നമ്മുടെ ഡെങ്കിപ്പനിയെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൈറൽ ഫീവർ തന്നെയാണ്. അപ്പം ഇതൊരു RNA വൈറസാണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് മോസ്കിറ്റോ മൂലമാണ് ഈ പനി നമുക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീവറിനെ പറ്റി പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനകത്തിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊതുകിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകാണ്. ഇഡിസ് ഈജിപ്തി എന്നാണ് ഈ കൊതുകിൻ്റെ പേര്. അപ്പോൾ അതിലെ ഫീമെയിൽ മോസ്കിറ്റോസാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ഡെങ്കു ഫീവർ പരത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എപ്പോഴാണ് കൂടുതലായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? ഇത് പൊതുവേ ഒരു ഏർലി മോർണിംഗ് ടൈം, അതായത് നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയവും അതേപോലെ തന്നെ ഈവനിങ് ടൈമിലുമായിരിക്കും ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു അറ്റാക്ക് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു സമയത്തൊരു പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. കാര്യം മാക്സിമം കൊതുക് കുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മോസ്കിറ്റോ റിപ്പലൻ്റ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള പ്രദേശം വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശുദ്ധജലത്തിൽ വളരുന്ന ഒരു കൊതുകാണ്. പിന്നെയുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം ട്രീറ്റ്മെൻറ്റ് ഇത് മാക്സിമം ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ നമ്മളിത് നോക്കാം, ഒരു പനിച്ച് തന്നെ മാറണം എന്നുള്ളത് കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ ഡെങ്കുവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകാൻ അതൊരു കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് പെട്ടെന്ന് എത്താനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളൊരു ഡോക്ടറുടെ ഒരു സൂപ്പർവിഷനിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിസിൻ കഴിച്ചുകൊണ്ട് ഇതിനെ മാനേജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് സ്വയമായിട്ടും ഡയഗ്നോസും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ടുള്ള വൈറൽ ഡിസീസിൻ്റെ എല്ലാം സിംറ്റംസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡെങ്കുവിലും സാധാരണ പോലെ തന്നെ ഇപ്പോൾ കാണുന്നത് വലിയ രീതിയിലുള്ള പനിയാണ്. ഇപ്പോൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു 104, 105 രീതിയിലേക്ക് വരുന്ന ഹൈ ഫീവറാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ബോഡി പെയിൻ ഉണ്ടാവും, തലവേദനകളുണ്ടാവും, പ്രത്യേകിച്ച് കണ്ണിൻ്റെ പുറകിലുണ്ടാകുന്നൊരു വേദന. അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ബോഡി ഏക്ക്, അതായത് മസിൽ പെയിനുകൾ, ബോഡി പെയിനുകൾ, ജോയിൻറ്റ് പെയിനുകൾ. അതേപോലെ തന്നെ ചില ആൾക്കാരിൽ ഒരു ഇറപ്ഷൻസ് ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഡെങ്കു റാഷസ് പോലെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇൻറ്റേർണൽ ചിൽനെസ് വരും. പിന്നെ ഉണ്ടാകുന്നത് നമുക്ക് സാധാരണ വൈറൽ ഫീവറിന് പോലെ വായ്ക്ക് കയ്പും, അതേപോലെ തന്നെ ചില കേസസിൽ നോസിയ, വോമിറ്റിംഗ്, അതായത് ഛർദി, ഓക്കാനം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് സാധാരണഗതിയിൽ നമുക്ക് ഡെങ്കുവിന് കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഡെങ്കു മാത്രമല്ല, സാധാ വൈറൽ ഫീവറിനും ഈ ഒരു സിംറ്റംസ് തന്നെയാണ് സാധാരണഗതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ട് ഡോക്ടറുടെ സൂപ്പർവിഷനിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഡോക്ടർ അത് ഡയഗ്നോസ് ചെയ്യും. അത് ഡെങ്കു ആണോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഡോക്ടർ അത് ഡയഗ്നോസ് ചെയ്യും. അതിനനുസരിച്ചുള്ള മെഡിസിൻ നമുക്ക് കഴിക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് വരാൻ സാധിക്കുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന മാനേജ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു ഡയറ്ററി മാനേജ്മെൻറ്റും റെസ്റ്റും വളരെ അത്യാവശ്യമാണ് ഡെങ്കു ഫീവറിന്. ഏറ്റവും മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ഡയറ്ററി മാനേജ്മെൻറ്റാണ്, രണ്ട് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റാണ്.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പം ഡയറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഒരു 2 മുതൽ 3 ലിറ്റർ വരെ അറ്റ്ലീസ്റ്റ് നമ്മൾ കുടിച്ചിരിക്കുക. അതിപ്പം വെള്ളമായിട്ട് തന്നെയല്ല, നമുക്ക് ജ്യൂസുകളായിട്ട് കുടിക്കാം, ORS ആയിട്ട് കുടിക്കാം, കോക്കനട്ട് വാട്ടർ അതായത് കരിക്കായിട്ട് കുടിക്കാം. അതല്ല എന്ന വരിയിൽ പഴച്ചാറുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്കത് പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നാൽ മതി എന്ന് കരുതിയിട്ട് നമ്മൾ ഈ സോഡ പോലെയുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനും വെള്ളം തന്നെയല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അത് കുടിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിരിക്കുമോ എന്നല്ല, കുടിക്കാൻ പാടില്ല. അപ്പം പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ദഹിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇപ്പോൾ കഞ്ഞിയായിട്ടോ സൂപ്പായിട്ടോ, കഞ്ഞിയേക്കാൾ കുറച്ചും കൂടി നമുക്കൊരു ബെറ്ററായിട്ട് തോന്നുന്നത് സൂപ്പുകളാണ്. വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ചെറിയ രീതിയിൽ ചിക്കൻ ഇട്ടുണ്ടാകുന്ന സൂപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ഒരു ക്ഷീണവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കും. പൊതുവേ ഡെങ്കു പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തീരെ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അത് ചെയ്യരുത്. മാക്സിമം നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് ഫ്രൂട്ട്സുകളാണ്. ഫ്രൂട്ട്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ ഏത് വേണമെങ്കിലും കഴിക്കാം. അത് നാരങ്ങ, ഓറഞ്ച്, മൂസമ്പി ആയിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെ ഇമ്മ്യൂണിറ്റിയെ നമുക്ക് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണ് പപ്പായ ലീഫുകൾ. പപ്പായയ്ക്കും പപ്പായ ലീഫുകളും പലതരത്തിലുള്ള സ്റ്റഡീസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പായ ലീഫും അതേപോലെ പപ്പായയും കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അത് കൂട്ടാൻ സഹായിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള ഫ്രൂട്ട്സുകളാണ് ഈ പറയുന്ന അനാറ്, കിവി, ഡ്രാഗൺ ഫ്രൂട്ടുകൾ. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് ഒന്ന് ക്ഷീണമുണ്ടാവില്ല, പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, ഇമ്മ്യൂണിറ്റി അത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. വൺസ് ഫീവർ സബ്സൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഈ പ്രോട്ടീൻ റിച്ച് ഫുഡുകളൊക്കെ എടുക്കാൻ കഴിയുന്നതാണ്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കണമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായി വീക്കായി പോകും. ആ ഒരു വീക്കാവുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മസിൽ ഗെയിനും അല്ലെങ്കിൽ ഒരു മസിൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ആ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കഴിച്ചാൽ മതി. പ്രത്യേകിച്ച് പയറുവർഗ്ഗങ്ങളെ, അതേപോലെ തന്നെ മീറ്റ് വർഗ്ഗങ്ങൾ, എഗ്ഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് പച്ചക്കറികൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രോക്കോളി, അതേപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, ചീരവർഗ്ഗങ്ങൾ. സോ ഇതൊക്കെ ധാരാളം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഉൾപ്പെടുത്തുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഈ ഫ്ലൂയിഡ് കുടിക്കണമെന്ന് കരുതിയിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സുകളോ നമ്മൾ ഈ പാക്കറ്റിൽ വരുന്ന ജ്യൂസുകളോ ഒന്നും അഡ്വൈസബിൾ അല്ല. അല്ലാതെ തന്നെയുള്ള വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പം ജ്യൂസായിട്ടുള്ളത്, സാധാ ഫ്രഷ് ജ്യൂസായിട്ടുള്ളത് വെള്ളമാണ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിപ്പം ഓവറായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളതും ഫാറ്റി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ള ഫുഡുകളും എടുക്കാതിരിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻഡൈജഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാക്കും. അത് കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓൾറെഡി വീക്കാണ്. ആ സമയത്ത് നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഫുഡുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കും, രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനെയുള്ള സ്പൈസി ഫുഡുകൾ നമ്മൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് ഏറ്റവും, സ്പൈസി ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത കുറച്ച് ഫുഡുകളാണ്. ഒന്ന് ജങ്ക് ഫുഡുകൾ, ടിൻഡായിട്ട് വരുന്ന ഫുഡുകൾ, അങ്ങനെയുള്ള ഈ ഫ്രൈഡായിട്ട് വരുന്ന മറ്റുള്ള ഈ പാക്കറ്റിൽ വരുന്ന ഫ്രൂട്ട്സുകൾ, ചിപ്സുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സാധാരണഗതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊതുവിൽ മിക്ക കേസുകളിലും കാണുന്നത് ആ ഒരു പനി ഒന്ന് ചെറിയ രീതിയിലൊന്ന് സബ്സൈഡായി വരുമ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് കുട്ടികളിലാണ് പലതരത്തിലുള്ള ക്രേവിങ്ങുകൾ ഉണ്ടാകും. ഇപ്പം നൂഡിൽസ് പോലെ കഴിക്കണം, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പാക്കറ്റായിട്ട് വരുന്ന ചിപ്സുകൾ കഴിക്കണം, ഇങ്ങനെയുള്ള ക്രേവിങ്സുകൾ, ഐസ്ക്രീം കഴിക്കണം, ഇങ്ങനെയുള്ള ക്രേവിങ്സുകൾ കുട്ടികൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം 100-ലധികം മെഡിസിൻസ് നമുക്ക് ഈ ഡെങ്കു എന്ന് പറയുന്ന അസുഖത്തിനുണ്ട്. അത് ഓരോരുത്തരുടെ സിംറ്റംസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നത്, ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് ധാരാളം മെഡിസിൻസുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്നതാണ് ഡെങ്കുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ചില കേസസിൽ ഡെങ്കു ഹെമറേജിക് ഫീവർ ആവുകയും ചില കോംപ്ലിക്കേഷൻസിലേക്ക് പോയിട്ട് ഡെങ്കു ഷോക്ക് സിൻഡ്രോം പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരികയൊക്കെയാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിനൊക്കെയുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്നതാണ്. അപ്പം ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടിയെടുക്കാനും നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കേസുകൾക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസിലേക്കോ അല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളിലേക്കോ പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം 100-ലധികം, ഞാൻ പറഞ്ഞല്ലോ 100-ലധികം മെഡിസിൻസ് നമുക്ക് ഈ പറയുന്ന ഡെങ്കു ഫീവറിനുണ്ട്. ഡെങ്കുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പകരുന്നത് എങ്ങനെയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് കോൺടാക്റ്റിലൂടെയല്ല, മറിച്ച് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊതുകിൽ നിന്നാണ് ഇത് പകരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലൊരാൾക്ക് ഒരു ഡെങ്കു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക് ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ഒരു മൊസ്കിറ്റോ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ധാരാളം മൊസ്കിറ്റോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ വീടുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുക് പൊതുവേ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരാളുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇത് കൊതുക് മൂലം പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അവിടെയാണ് നമുക്ക് ഹോമിയോപ്പതിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡെങ്കു എന്ന് പറയുന്നത് ഒരിക്കലും കോൺടാക്റ്റിലൂടെയല്ല പകരുന്നത്, മറിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിലെ കുത്തുന്ന കൊതുകിലൂടെയാണ് പകരുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഒരാൾക്ക് നമുക്കിപ്പോൾ ഒരു ഡെങ്കുവിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള മറ്റുള്ളവരിലേക്കും ഈ കൊതുക് മൂലം പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർ ഹോമിയോപ്പതിയുടെ പ്രിവെൻറ്റീവ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ കൊതുക് വന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊതുക് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുമൂലം നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളിലേക്കും ഫീവറിലേക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കുള്ള പോകുന്നതിനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുന്നതാണ്. അതുമൂലം നമുക്ക് ഈ ഡെങ്കുവിൻ്റെ വ്യാപനം വരുന്നത് തടയാൻ സാധിക്കുന്നതുമാണ്. ഈ ഒരു അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരവസരത്തിൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.